മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബി ഗോപകുമാർ അന്താരാഷ്ട്ര തീവ്രവാദി മഹ്ദനിയെ കുറിച്ച് പ്രമേയം പാസാക്കിയ നിയമസഭയാണല്ലോ കേരള നിയമസഭ എന്ന് ആഞ്ഞടിച്ചതിന് തൊട്ടു പിന്നാലെ BJP-യുടെ വി മുരളീധരൻ MLA-യും രംഗത്തെത്തിയിട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഏതായാലും BJP MLA-മാരെ കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമമാണ് ഈ FCRA നിയമം. ആ നിയമങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു സംസ്ഥാന നിയമസഭയുടെ വേദിയെ അതിനു വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ നിയമത്തിന് ഇന്ന് പാസാക്കിയ പ്രമേയത്തിന് ഭേദഗതി അവതരിപ്പിച്ചതും അത് വോട്ടിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രമേയങ്ങളൊക്കെ പാസാക്കിയിട്ടുണ്ട്. അതൊക്കെ വെറും ഗിമ്മിക്കാണ്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊക്കെ കേരളത്തിൽ ഇപ്പോ തിരിച്ചടിക്കാൻ MLA-മാരുണ്ട് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ഇടതും വലതും കൂടി ഇവിടെ പ്രമേയം പാസാക്കിയിട്ട് ഒരു പിണ്ണാക്കും നടക്കാൻ പോകുന്നില്ല എന്നാണ് കൃത്യമായിട്ട് BJP MLA ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇവിടെ ഇടതും വലതും കൂടി ജനങ്ങളെ വഞ്ചിക്കാൻ നിയമസഭയിൽ പല രീതിയിലും വോട്ട് തട്ടിപ്പ് നടത്താൻ പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് കൃത്യമായിട്ട് BJP MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. മാത്രമല്ല മറ്റൊരു ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രമേയത്തെ പറ്റിയോ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. രാജ്യ താല്പര്യത്തിന്റെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭേദഗതിയെക്കുറിച്ച് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് നിയമസഭാ വേദിയെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയുടെ വേദിയെ ഈ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ഞങ്ങൾ ശക്തമായിട്ട് അപലപിക്കുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ ഇതുപോലെയുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അന്ന് ന്യൂനപക്ഷങ്ങളുടെ എല്ലാവരുടെയും പൗരത്വം പോകും, നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആളുകളാണ് ഇവരെല്ലാവരും. നമ്മുടെ രാജ്യത്ത് ആരുടെയെങ്കിലും ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരുടെയെങ്കിലും പൗരത്വം ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഫലമായിട്ട് പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തു നിന്നും അത്തരത്തിലുള്ള പരാതി ഉണ്ടായിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? പൗരത്വ നിയമ ഭേദഗതി വന്ന സമയത്തും നമ്മുടെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സകല പൗരത്വം പോകുമോ എന്നായിരുന്നു വിളിച്ചു പറഞ്ഞ് പ്രമേയമൊക്കെ പാസാക്കിയത്. ഇപ്പൊ എന്തു പറയുന്നു? ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ഇല്ലാതെയായോ? ഇവിടെ ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എത്ര സുന്ദരമായിട്ടാണ് BJP MLA-മാർ കൃത്യമായിട്ട് കേരള ജനതക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇടതിന്റെയും വലതിന്റെയും കള്ളത്തരങ്ങൾ നിരന്തരം വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർ, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും കേരള നിയമസഭയിൽ ഒരുപാട് പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയങ്ങളൊക്കെ തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്നതായിരുന്നു എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. വി മുരളീധരൻ പറയുന്നു, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി ഇതിൽ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്തായേ? എത്ര 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 സുന്ദരമായ ചോദ്യമാണ്. ഇതിനൊക്കെ ഈ പറയുന്ന ഇടതിനും വലതിനും ഉത്തരണ്ടോ? ഈ നമ്മുടെ നിയമസഭയിൽ ഇക്കാലം അത്രയും ഇടതും വലതും കൂടെ ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഗിമ്മിക്കുകളായിരുന്നു നിരന്തരം കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി FCRA-യുമായി ബന്ധപ്പെട്ട് മതപരിവർത്തന വിഷയത്തിലാണല്ലോ ഇവിടെ വലിയ പ്രശ്നം. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങാൻ അനുവദിക്കില്ല. അതിലിപ്പോ എന്താ പ്രശ്നം? അതേതെങ്കിലും ഒരു മുസൽമാനോ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കോ ഏതെങ്കിലും ഹിന്ദുവിനോ എന്നോ പറഞ്ഞില്ല. ഈ രാജ്യത്തെ എല്ലാവർക്കും FCRA ഒരേപോലെ ബാധകമാണ്. ഇവിടെ ആർക്കാണോ ആരാധനയുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് അവർക്കതുമായി മുന്നോട്ട് പോവാം. ആർക്കാണോ ഇവിടെ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടത് അതുമായിട്ട് മുന്നോട്ട് പോവാം.
ആർക്കാണ് ഇവിടെ ആളുകളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവേണ്ടത്, അതൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, യാതൊരു പ്രശ്നവുമില്ല. ഇതിനൊക്കെ കൃത്യമായ രേഖകൾ വേണം. പിന്നെ മതപരിവർത്തനം, വിദേശത്ത് നിന്നുള്ള ഫണ്ട് വാങ്ങിയിട്ടുള്ള പരിവർത്തനം പാടില്ല എന്ന് പറയുന്നത് ഈ കാലത്തെ സർക്കാർ മാത്രമല്ല, അതിനെക്കുറിച്ച് വി മുരളീധരൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. FCRA ഭേദഗതിയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിദേശ ഫണ്ട് ഈ രാജ്യത്ത് വിനിയോഗിക്കുമ്പോൾ അതിൽ സുതാര്യത ഉണ്ടാക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യൻ പൗരന്മാരുടെ താല്പര്യത്തിന് വിരുദ്ധമായോ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും അറിയാം, 2010 FCRA നിയമത്തിലാണ്, FCRA ഭേദഗതിയിലാണ് പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനം എന്നുള്ള ഒരു കാരണം, അതിന്റെ അടിസ്ഥാനത്തിൽ FCRA നിയമത്തിലെ ഭേദഗതി വരുത്തിയത്. ഈ സർക്കാരല്ല ഇത് ആദ്യമായിട്ട് പറയുന്നത്, 2010 ആദ്യം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ FCRA രജിസ്ട്രേഷൻ, അങ്ങനെ പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ നിരോധിക്കാൻ, തടഞ്ഞു വെക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്നുള്ള നിയമം ഭേദഗതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2010 മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് തന്നെ നിർബന്ധിച്ചു മതപരിവർത്തനം നടത്തുന്നതിന്, വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന കൃത്യമായിട്ട് വി മുരളീധരൻ എടുത്തു പറയുന്നത്. BJP MLA കൃത്യമായിട്ട് FCRAയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും എടുത്തു മുന്നോട്ട് വെക്കുന്നു. ഇന്നലകൾ വരെ കേരള നിയമസഭയിൽ ഇടതിനും വലതിനും കൂടെ തോന്നിയത് വിളിച്ചു പറഞ്ഞങ്ങ് പോവാമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. കേരള ജനതയ്ക്ക് വേണ്ടി വാദിക്കാൻ BJP MLAമാർ കൃത്യമായിട്ട് രംഗത്ത് വരുന്നു. ഈ FCRAയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള UDFും LDFും ഒരു മതത്തെ തന്നെ ടാർഗറ്റ് ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. സകല മലയാളികളും തിരിച്ചറിയാ, ഇത് ഇന്ന മതത്തിനോ ഇന്ന ജാതിക്കോ എന്നോ പറഞ്ഞിട്ടൊന്നും അല്ല, ഇത് എല്ലാവർക്കും, ഈ രാജ്യത്തുള്ള എല്ലാവർക്കും FCRA ഒരേപോലെ ബാധകമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നത് തടയുക എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അത്യാവശ്യമാണ്. ഈ രാജ്യത്തുണ്ടാവുന്ന പല വിഷയങ്ങൾക്കും വിദേശ ഫണ്ട് വരുന്നത് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാ ഈ പറയുന്ന FCRA നിയമമൊക്കെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ സകല സാധാരണക്കാരും തിരിച്ചറിയാം. BB ഗോപകുമാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാറാട് കലാപത്തിലേക്ക് പോലും വിദേശ ഫണ്ട് എത്തിയെന്ന് ഈ പറയുന്ന കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന്. അങ്ങനെ എത്ര വിഷയങ്ങൾക്ക് വിദേശ ഫണ്ട് വരുന്നു. അത് നിർത്തലാക്കേണ്ടേ? നമ്മുടെ നാട്ടിൽ സമാധാനം വേണ്ടേ? ലളിതമായ ചോദ്യം. നമ്മുടെ നാട്ടിൽ സമാധാനം വേണ്ട എന്നാണോ UDFന്റെയും LDFന്റെയും ഒക്കെ നിലപാട്? വിദേശത്ത് നിന്ന് തോന്നുന്നത് പോലെ ഫണ്ട് വന്നത് കൊണ്ടായിരുന്നു PFI ഒക്കെ ഇവിടെ തോന്നിയത് പോലെ പ്രവർത്തിച്ച് സാധാരണക്കാരന് ഒരുപാട് നഷ്ടമുണ്ടായത്. ഇതൊക്കെ ഒരിക്കലും ഒരു മലയാളിയും മറക്കരുത്. PFI എന്നൊക്കെ പറയുന്ന സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച് എന്തൊക്കെ ബഹളം, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കി. ആ PFIക്ക് പോലും വിദേശത്ത് നിന്നായിരുന്നു ഫണ്ട് വന്നിരുന്നത്. ഇനിയും ഇതുപോലെയുള്ള PFIകൾ ഉണ്ടായി വരികയാണോ വേണ്ടത്? ഈ FCRA എതിർക്കുന്ന ആളുകളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വളരെ ലളിതമാണ്. ഈ രാജ്യത്തിന്റെ സുരക്ഷ ഉയർത്തിപ്പിടിച്ചാണ് FCRA നിയമമൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നിർബന്ധിച്ചുള്ള മതപരിവർത്തനമൊക്കെയായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് സർക്കാർ തന്നെ അതൊക്കെ നിരോധിച്ചിരുന്നു എന്നുള്ളതും വി മുരളീധരൻ കൃത്യമായിട്ട് പറയുന്നു. ഇതിനൊക്കെ UDFനൊക്കെ എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ? ഇങ്ങനെ പ്രീണിപ്പിച്ച് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ വോട്ടൊന്നു വാങ്ങാൻ UDFന് ഒരു ഉളുപ്പും ഇല്ലേ?